നമസ്കാരം. കഥാസരിത് സാഗരം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കർക്കിടക മാസത്തിൽ നാം ഏവരും രാമായണം വായിക്കാറുണ്ട്, രാമായണ കഥകൾ കേൾക്കാറുണ്ട്. എന്നാൽ എപ്പോഴും ഓർത്തു വയ്ക്കേണ്ട രാമായണത്തിലെ ഒരു അതീവ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് ഊർമിള. ജനക മഹാരാജാവിൻ്റെ യഥാർത്ഥ പുത്രി. സ്ത്രീ കഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കഥാപാത്രം തന്നെയാണ് ഊർമിള. ലോക പാരമ്പര്യത്തിൽ ഇടിമുഴക്കമുണ്ടാക്കിയ ഇതിഹാസത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ കഥാപാത്രം തന്നെയാണ് ഊർമിള. നമുക്ക് ഊർമിളയുടെ കഥയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഊർമിളയുടെ കഥ ഒന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞു പോകാം. ജനകൻ തൻ്റെ 4 പുത്രിമാരെയും ഒരേ കൊട്ടാരത്തിലേക്ക് വിവാഹം ചെയ്തു കൊടുത്തത് അവർ ജീവിതകാലം മുഴുവൻ പിരിയാതെ കഴിയട്ടെ എന്ന ആഗ്രഹം കൊണ്ടാകാം. സീതാരാമന്മാരുടെ വിവാഹം ആഘോഷപൂർവ്വം നടന്നു. അയോധ്യയിൽ രാമനെ കാത്തിരുന്നത് ദുരന്തങ്ങളായിരുന്നു. അന്തഃപുരം ആശങ്കകളാൽ നീറി നിന്നു. അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കാൻ സർവാത്മന സന്നദ്ധനായ രാമൻ ആകെ തകർന്നു കരയുന്ന പിതാവിനെ ആശ്വസിപ്പിക്കുന്ന രാമന്റെ മുഖവും നമ്മൾ കണ്ടു. അഭിഷേകം മുടങ്ങിയിട്ടും അധികാരം നഷ്ടപ്പെട്ടിട്ടും കുലുങ്ങാതെ രാമൻ അമ്മമാരോട് യാത്രാ അനുമതിക്കായി അന്തഃപുരത്തിൽ എത്തുന്നു. അവിടെ സീത അനുയാത്രയ്ക്ക് നിർബന്ധം പിടിക്കുന്നു. രാമന്റെ സഹായത്തിന് കൂടെ പോകാൻ ലക്ഷ്മണനും ഒരുങ്ങുകയുണ്ടായി. ലക്ഷ്മണനും അമ്മമാരുടെ അനുഗ്രഹം തേടുന്നു. യാത്രാ ദുരിതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സീത ആവർത്തിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. രാമൻ കൂടെ ഉണ്ടെങ്കിൽ കല്ലും മുള്ളും കാടും മലയും ഒന്നും തന്നെ വിഷമിപ്പിക്കുന്നതല്ല എന്ന്. ഭർത്താവിന്റെ കൂടെയാണ് ഭാര്യയുടെ സുഖം. സീത തന്റെ വാദമുഖങ്ങളാൽ രാമന്റെ തീരുമാനം മാറ്റുന്നു. ലക്ഷ്മണനോട് അമ്മ പറയുകയാണ്, രാമനെ ദശരഥനായി കാണണം, സീതയെ അമ്മയായി കാണണം, കാടിനെ അയോധ്യയായി കാണണം. അങ്ങനെ രാമനെയും സീതയെയും ശുശ്രൂഷിച്ചും രക്ഷിച്ചും കൂടെ കഴിയണം. ഈ സമയത്ത് ഊർമിള കാത്തു നിൽക്കുന്നുണ്ട്. തന്നെ കൂടി കൊണ്ടുപോകുമെന്നും അങ്ങനെ കാട്ടിലാണെങ്കിലും ഭർത്താവിന്റെ സാമീപ്യം അനുഭവിക്കാമെന്നുമുള്ള പ്രതീക്ഷ അവൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. ഊർമിള ലക്ഷ്മണനോട് കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ, കാട്ടിൽ രാമനെയും സീതയെയും സംരക്ഷിക്കാൻ ഞാനുണ്ട്. ഇവിടെ ഈ കൊട്ടാരത്തിൽ പിതാവിനെയും അമ്മമാരെയും ശുശ്രൂഷിക്കാൻ ഊർമിള ഉണ്ടാകണം എന്ന് ലക്ഷ്മണൻ ആവശ്യപ്പെടുകയുണ്ടായി. ഊർമിള വാശി പിടിച്ചില്ല. ഭർത്താവിന്റെ ഒപ്പം പോകണമെന്ന് നിർബന്ധിച്ചില്ല. യാത്രാവേളയിൽ ലക്ഷ്മണൻ ഊർമിളയോട് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, കരയരുത്. അത് ഊർമിള പൂർണ്ണമായിട്ടും പാലിച്ചു. കരുത്തുറ്റ മനസ്സിന്റെ ഉടമ എന്നതിനേക്കാൾ ഭർത്താവിന്റെ വാക്കിന് വില കൽപ്പിക്കുന്ന ഒരു ഭാര്യയായി ഊർമിള മാറി എന്നതാണ്. വനവാസക്കാലം 14 കൊല്ലമാണ്. ആ കാലമെല്ലാം ഒരു തുള്ളി കണ്ണുനീർ പോലും ചൊരിയാതെ ഊർമിള അമ്മമാരെയും പിതാവിനെയും ശുശ്രൂഷിച്ചു കഴിഞ്ഞു. ഒരിക്കൽ നിദ്രാദേവി ലക്ഷ്മണനെ സന്ദർശിച്ചു. വനവാസക്കാലത്ത് ഒരിക്കൽ പോലും ലക്ഷ്മണൻ ഉറങ്ങിയിട്ടില്ല. ആ സമയത്താണ് നിദ്രാദേവിയുടെ വരവ്. ലക്ഷ്മണനോട് എന്തെങ്കിലും വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ലക്ഷ്മണൻ പറഞ്ഞു, കൊട്ടാരത്തിൽ ഊർമിളയുണ്ട്, അവൾക്ക് ഒരു വരം കൊടുത്താലും. ദേവി നേരെ കൊട്ടാരത്തിൽ ചെന്ന് ഊർമിളയെ കണ്ടു കാര്യം പറഞ്ഞു. ഊർമിള ആവശ്യപ്പെട്ടത് വനവാസക്കാലത്ത് ലക്ഷ്മണൻ ഊർമിളയെ ഓർക്കാതെ ഇരിക്കണമെന്നാണ്. അല്ലാത്ത പക്ഷം സീതയെയും രാമനെയും ശുശ്രൂഷിക്കുന്നതിൽ വീഴ്ച വരുമെന്ന് പറഞ്ഞു. സ്വന്തം ഭർത്താവ് ഭാര്യയെ ഓർക്കാതിരിക്കാൻ വരം ചോദിക്കുക എന്നത് എക്കാലത്തെയും അത്ഭുതമായി നിദ്രാ ഭഗവതി കണ്ടു. അതും ജ്യേഷ്ഠനെയും ജ്യേഷ്ഠപത്നിയെയും സംരക്ഷിക്കാൻ. ഇവിടെ രാമായണ കഥയിലെ ഊർമിളയാകുന്ന കഥാപാത്രം അസാധാരണ വലിപ്പം ആർജിക്കുന്നു. വനവാസം കഴിഞ്ഞു തിരിച്ചെത്തി കുറച്ചുകാലം സന്തോഷത്തോടെ കഴിഞ്ഞു. വീണ്ടും ഗതികേട് അവരെ പിടികൂടുകയുണ്ടായി. ഗർഭിണിയായ സീത സംശയത്തിന്റെ പേരിൽ ഉപേക്ഷിക്കപ്പെടുന്നു. രാമൻ സന്യാസിയെപ്പോലെ ജീവിക്കുന്നു. ആ സമയത്തും ഒരു ദാസനെ പോലെ കാൽച്ചുവട്ടിൽ തന്നെയായിരുന്നു ലക്ഷ്മണൻ. അവിടെയും മാറ്റി നിർത്തപ്പെട്ടത് ഊർമിളയെ ാണ്. അവർക്ക് 2 മക്കൾ ഉണ്ടായി, അംഗദനും ധർമ്മകേതുവും. കൊട്ടാരത്തിനുള്ളിൽ ഏകയായി ജീവിച്ച് സങ്കടങ്ങളെ നെഞ്ചിലൊതുക്കി ജീവിച്ച അസാമാന്യ കഥാപാത്രമായി ഊർമിള അങ്ങനെ മാറുകയായി. രാമായണ കാവ്യം പരത്തുന്ന പ്രേമ സൗരഭ്യത്തെ ഉപമിക്കാൻ തക്ക കൃതികളോ കഥാതന്തുക്കളോ മറ്റെങ്ങുമില്ല എന്നുള്ളതാണ്. അതിവിരളമായിട്ടുള്ള കഥാതന്തുക്കളാണ് രാമായണത്തിൽ ഉള്ളത്. ത്യാഗത്തിലും വിരഹത്തിലും കാത്തിരിപ്പിലും മോഹഭംഗത്തിലും മൃതിയിലും പ്രേമമുണ്ടെന്ന് നമ്മെ ആദി കവി ഇപ്രകാരം പഠിപ്പിക്കുന്നു. സീതാരാമന്മാരെ സംരക്ഷിക്കാനായി നിദ്രാദേവി ലക്ഷ്മണന് 14 സംവത്സരത്തെ ജാഗ്രത്
വരമായി നൽകിയെന്നും അത്രയും നാളത്തെ നിദ്ര ഊർമിളയ്ക്ക് വിധിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. രാവണപുത്രനായ ഇന്ദ്രജിത്തിനെ വധിക്കാൻ ലക്ഷ്മണന് 14 സംവത്സരങ്ങളിലെ ഈ നിദ്രാവിഹീനതയാണത്രേ. കഴിവുറ്റ ചിത്രകാരിയും രാജതന്ത്ര വിദഗ്ധയുമായിരുന്ന ഊർമിള രാമന്റെ അഭാവത്തിൽ ഭരതശത്രുഘ്നന്മാർക്കൊപ്പം ഭരണനിർവഹണത്തിൽ പങ്കെടുത്തു എന്നും പറയപ്പെടുന്നു. ആദി കവി 2 വരികളിൽ ചുരുക്കിയ കഥാപാത്രത്തെ പിന്നീട് വന്ന രാമായണ വ്യാഖ്യാതാക്കൾ സ്വഭാവകൽപ്പനകൾ നൽകി. മുൻനിര കഥാപാത്രങ്ങളുടെ പട്ടികയിൽ വരച്ചിട്ടതിൽ വ്യക്തിപരവും വ്യക്തിഹിതവുമായ വ്യാഖ്യാന സമുച്ചയങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഭാര്യാവിരഹം രാമായണത്തിലെ രാമനിൽ പോലും അസഹനീയമായ അല്ലലുണ്ടാക്കി എന്ന് കവി പറയാൻ മറക്കുന്നില്ല. ഹഹാ വല്ലഭേ സീതേ, ഹഹാ മൈഥിലീനാഥേ എന്ന് വിലപിക്കുന്ന രാമനിൽ സാധാരണ മനുഷ്യന്റെ ഭാവപ്രകടനം മാത്രമാണ് നാം കാണുന്നത്. എന്നാൽ ഊർമിളയുടെ വിരഹ ദുഃഖം മാത്രം വാൽമീകി കാണുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. പതിയുടെ താങ്ങില്ലാത്ത സ്ത്രീ, അമ്പില്ലാത്ത ആവനാഴി എന്ന് സീതാദേവി വനവാസകാലശേഷം പറയുമ്പോൾ അത് ശ്രവിക്കുന്ന ഊർമിളയുടെ മാനസിക വ്യാപാരം എന്തായിരിക്കാം എന്ന് നാം ഓർക്കേണ്ടതാണ്. ത്യാഗത്തിന്റെ കാവ്യമായ ആദികാവ്യത്തിൽ ഉയർന്നൊരു ശീർഷകം ഇവൾക്കും തീർക്കേണ്ടതായിരുന്നു എന്ന് ടാഗോർ അഭിപ്രായപ്പെട്ടതുപോലെ ഭാരത സാഹിത്യത്തിലെ വിസ്മരിക്കപ്പെട്ട നായികമാരിൽ പ്രഥമ ഊർമിള തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പിൽക്കാലങ്ങളിൽ പക്ഷേ ഊർമിളയുടെ ചിന്താകോണിൽ നിന്നും ആദികാവ്യം മുഴുവനായി പരിണാമവിധേയമാക്കാൻ പോലും മൈഥിലി ശരഗുപ്തയെ പോലെയുള്ള സാഹിത്യകാരന്മാർ തുനിഞ്ഞു. കവിതകേൻ എന്ന ഒരു സാഹിത്യകാരൻ രചിച്ച സീതാസ് സിസ്റ്റർ എന്ന പുസ്തകത്തിലും ഇതേ വിഷയം തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. സുഗതകുമാരിയുടെ ഒരു ഭരതരംഗം എന്ന കവിതയും എടുത്തു പറയേണ്ടതായിട്ടിരിക്കുന്നു. ചില കഥാപാത്രങ്ങൾ ഇങ്ങനെയാണ്. അവരെപ്പറ്റി അധികം പറഞ്ഞു വരില്ല, പക്ഷേ അവർ മനസ്സിൽ എന്നും തറച്ചു നിൽക്കുന്നതാണ്. നേരിയ വേദനയോടൊപ്പം അല്പം സുഖം പകർന്ന് മറവിക്ക് അടിമപ്പെടാതെ അവർ നിലകൊള്ളുന്നു. കവിഭാഷയിൽ നമുക്ക് ഊർമിളയെ ഒന്ന് കേൾക്കാം. അല്ലയോ ഊർമിളെ, നീ വിസ്മരിക്കപ്പെട്ടവളല്ല എന്നറിയുക. നിന്റെ ചുടു കണ്ണീർ കണങ്ങൾ കാലയവനികയ്ക്കപ്പുറം പെയ്തിറങ്ങിയിടുന്നതറിയുക. മാനവഹൃത്തിനെ തൊട്ട് നോവിച്ച് കരയിച്ച് ഒരു കഥാപാത്രത്തിൻ പേമാരിയായി പുരാണങ്ങളുടെയും ചരിത്രത്തിന്റെയും മിത്തുകളുടെയും പാലാഴി കടഞ്ഞാൽ അമൃത് പോലുള്ള കഥാപാത്രങ്ങൾ മിഴിവോടെ കാലത്തിന്റെ അഗാധതയിൽ നിന്നും പൊങ്ങി വരും. അത്തരത്തിൽ കാലം മറന്നുവെച്ചൊരു കണ്ണുനീർ മുത്താണ് ലക്ഷ്മണ പത്നിയായ ഊർമിളയെന്ന് വിവക്ഷിക്കപ്പെടുന്നു. നിരൂപക മതത്തിൽ ഊർമിളയുടെ തട്ട് വളരെയധികം ഉയരുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ആദികാവ്യമായ രാമായണം രാമന്റെ മാത്രം അയനമാക്കി മാറിയപ്പോൾ സീത സഹനത്തിന്റെയും പാതിവൃത്യത്തിന്റെയും മൂർത്തരൂപമായി വാഴ്ത്തപ്പെട്ടു. കണ്ണുനീരിന്റെ പര്യായമായി ജാനകി മാറി. സീതയുടെ മൂർത്തഭാവങ്ങളെ ആവോളം ആദികവിയും കാലവും വർണ്ണിച്ചപ്പോൾ നിഴലായി മാഞ്ഞുപോയ സ്ത്രീരത്നമാണ് ഊർമിള. ജനകരാജാവിന്റെ സ്വന്തം രക്തത്തിൽ ജനിച്ച ഒരേ ഒരു പുത്രിയായിട്ടും അവളെ ജാനകി എന്ന് വാൽമീകി വിളിച്ചില്ല. മിഥിലാപുരിയുടെ യഥാർത്ഥ അവകാശി അവളായിരുന്നിട്ടും അവളെ മൈഥിലി എന്നും ആരും വിളിച്ചില്ല. വിരഹത്തിന് താപാഗ്നിയിൽ 14 കൊല്ലം ഉരുകി ഒലിച്ചിട്ടും വൈദേഹി എന്ന പേര് അവൾക്ക് ലഭിച്ചില്ല. എന്നും സീതയുടെ നിഴലായി ചരിത്രത്തിൽ ഇടം നേടാനായിരുന്നു അവളുടെ വിധി. അവഗണിക്കപ്പെട്ട സ്ത്രീ ജന്മത്തിന്റെ പ്രതീകമാണ് ഊർമിള. അവളോടുള്ള അവഗണന ജനനം മുതൽ കവി കാട്ടുന്നുമുണ്ട്. സ്വപിതാവിൽ നിന്നും അർഹതപ്പെട്ട സ്നേഹവും അവകാശവും മറ്റൊരാൾക്ക് കൂടുതലായി ചെന്നു ചേരുന്നതിനു സാക്ഷ്യം വഹിച്ച അവളിലെ കുഞ്ഞു മനസ്സ് എന്തിനോടും പൊരുത്തപ്പെടാനുള്ള ശക്തി നേടിയിട്ടുണ്ടാകണം എന്ന് ചിലർ വാചാലമാകുന്നു. 24,000 ശീലുകളുള്ള രാമായണത്തിന്റെ പരിമിതമായ ഏടുകളിൽ ഊർമിളയെ ഒതുക്കിയത് എന്തിനു വേണ്ടിയായിരിക്കണം എന്ന ചോദ്യം ഉയരുന്നുണ്ട്. രാഘവനെ ആൺമയുടെ പ്രതീകമായി മുഖ്യധാരയിലേക്ക് പുരുഷോത്തമനായി കൊണ്ടുവന്ന വാൽമീകി പരാജയപ്പെട്ടത് ഊർമിളയുടെ മുന്നിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവളിലെ മൗനത്തിൽ ഒളിപ്പിച്ച ചോദ്യശരങ്ങളെ നേരിടാനാവാതെ ദുർബലനായി പോയതുകൊണ്ടാവാം അവളെ വെറും വരികളിൽ ഒതുക്കിയത് എന്ന് കരുതപ്പെടുന്നു. നിഴൽ മൂടിയ സത്യങ്ങൾ കനലുകളായി തിളങ്ങുമ്പോൾ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കഥാപാത്രമായി ഊർമിള കാലാതിവർത്തിയായി നിലകൊള്ളുന്നുണ്ട്. രാമായണം മുഴുവനായി വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിൽ കൊളുത്തിവെച്ച കെടാദീപമായി ഊർമിള മാറിപ്പോകുമെങ്കിൽ
ജയിക്കുന്നത് ആദികവി നിഴൽ കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ച പെൺമയാണ്. ഉറങ്ങാതിരിക്കുന്ന തൻ്റെ ഭർത്താവിന് തന്നെ ഓർമ്മ വരാതിരിക്കാനുള്ള വരം നിദ്രാദേവിയോട് ചോദിച്ച ഇവളോളം ശ്രേഷ്ഠത മറ്റൊരു സ്ത്രീക്ക് ഉണ്ടാകുമോ? സ്വപതിയുടെ നിയോഗത്തിന് ഭംഗം വരാതിരിക്കുവാൻ തൻ്റെ ഓർമ്മകളെപ്പോലും അവനിൽ നിന്നും മറയ്ക്കുവാൻ ശ്രമിച്ച ഊർമിളയാണ് യഥാർത്ഥ സ്ത്രീരത്നം. ഇന്നത്തെ സ്ത്രീകൾ അവരുടെ പൂർവികയായിട്ടുള്ള ഊർമിളയെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കേണ്ടതാണ്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സഹോദരി സ്നേഹത്തിൻ്റെയും ഒക്കെ മൂർത്തിമത് ഭാവമാണ് ഊർമിള. അതോടൊപ്പം തന്നെ രാമന്റെയും ലക്ഷ്മണന്റെയും ഒക്കെ അഭാവത്തിൽ രാജ്യഭരണത്തിൽ കൂടി നല്ല പങ്കുവഹിച്ചിരുന്നു. ഊർമിളയെ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സുമിത്ര. ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള കഥാപാത്രങ്ങളുടെ അന്തസത്ത രാമായണത്തെ അതിമഹത്തരമാക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ഗംഭീര കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.